ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ലാഭം, വളർച്ച, കമ്പനിയുടെ വലിപ്പം, ഭാവിയിൽ എത്ര നേട്ടമുണ്ടാകും, അങ്ങനെ പലതും. ഓഹരി വിപണിയിൽ പണം മുടക്കുമ്പോൾ ലാഭം മാത്രം നോക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് ഇന്ത്യൻ നിക്ഷേപകർ വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പരിസ്ഥിതിക്കും സമൂഹത്തിനും കോട്ടമുണ്ടാക്കാത്ത കമ്പനികളിൽ നിക്ഷേപിക്കുന്ന എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് രീതിക്ക് ഇന്ത്യയിൽ ജനപ്രീതി ഏറുകയാണ്. ഇനി നിക്ഷേപം നടത്തുന്നതിന് മുൻപ് ഒരു പുതിയ ചോദ്യം കൂടി ഉയരും. ഈ കമ്പനി മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നുണ്ടോ? വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓഹരി വിപണിയായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE ഇപ്പോൾ അതിനും മറുപടി നൽകുന്ന ഒരു പുതിയ ഓഹരി സൂചിക അവതരിപ്പിച്ചിരിക്കുകയാണ്. മൃഗസ്നേഹവും ഓഹരി നിക്ഷേപവും ഒന്നിക്കുമ്പോൾ അതിൻ്റെ പേരാണ് നിഫ്റ്റി 500 അഹിംസ ഇൻഡെക്സ്. അഹിംസയും ഓഹരി വിപണിയും തമ്മിൽ എന്താണ് ബന്ധം? നിക്ഷേപം ഇനി വെറും പണം സമ്പാദിക്കാനുള്ള മാർഗമല്ലേ? അതോ നമ്മുടെ മൂല്യങ്ങൾക്കും നിക്ഷേപത്തിനും ഇനി ഒരേ വിലയാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇൻഡെക്സ് എന്നാൽ എന്താണ് എന്നതാണ് ആദ്യത്തെ അടിസ്ഥാന ചോദ്യം. ഓഹരി വിപണിയുടെ ആരോഗ്യനില അളക്കുന്ന ഒരു സൂചികയാണത്. ഉദാഹരണത്തിന് നിഫ്റ്റി 50, സെൻസെക്സ്, ഇവ രണ്ടും രാജ്യത്തെ പ്രമുഖ കമ്പനികളുടെ പ്രകടനം അളക്കുന്നു. പക്ഷേ അഹിംസ ഇൻഡെക്സ് അങ്ങനെയല്ല. ഇവിടെ കമ്പനികളെ തിരഞ്ഞെടുക്കുന്നത് ലാഭം മാത്രം നോക്കിയേ, അവരുടെ ബിസിനസ് രീതിയും വിലയിരുത്തപ്പെടും. അതാണ് ഈ ഇൻഡെക്സിന്റെ പ്രത്യേകത. NSE പുറത്തിറക്കിയ നിഫ്റ്റി 500 അഹിംസ ഇൻഡെക്സ് ഇന്ത്യയിലെ ആദ്യകാല മൂല്യാധിഷ്ഠിത നിക്ഷേപ സൂചികകളിലൊന്നാണ്. ഇത് നിഫ്റ്റി 500ലുള്ള കമ്പനികളിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എല്ലാ കമ്പനികളും ഇതിൽ വരില്ല. ഒരു കമ്പനി തൻ്റെ ബിസിനസ്സിലൂടെ മനഃപൂർവ്വം മൃഗങ്ങൾക്ക് ദോഷം ചെയ്യുന്നുണ്ടോ? മൃഗങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യവസായമാണോ അവർ നയിക്കുന്നത്? മൃഗക്ഷേമവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾക്ക് ശേഷമാണ് കമ്പനികളെ ഉൾപ്പെടുത്തുന്നത്. അതായത് ലാഭം മാത്രം പോരാ, മൂല്യങ്ങളും വേണമെന്നർത്ഥം. ഈ ഇൻഡെക്സ് തയ്യാറാക്കാൻ NSE പ്രവർത്തിച്ചത് അഹിംസ ഗെയിൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനവുമായി ചേർന്നാണ്. അവർ വികസിപ്പിച്ച അഹിംസ ഇൻവെസ്റ്റ്മെന്റ് മൂവ്മെന്റ് അഥവാ AIM എന്ന ചട്ടക്കൂട് ഉപയോഗിച്ചാണ് കമ്പനികളെ വിലയിരുത്തുന്നത്. കമ്പനികളെ 3 വിഭാഗങ്ങളിലായി തരംതിരിക്കുന്നു. ഒന്നാമത്തെ വിഭാഗമായ ഗ്രീൻ ബാൻഡിൽ മൃഗങ്ങളെ ഒട്ടും ദ്രോഹിക്കാത്ത തികച്ചും അഹിംസാത്മകമായ ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഭാഗങ്ങളാണ് ഓറഞ്ച് ആൻഡ് റെഡ് ബാൻഡ്. മൃഗങ്ങളെ കൊന്നൊടുക്കുകയോ പരീക്ഷണങ്ങൾക്ക് ഇരയാക്കുകയോ മൃഗ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന കമ്പനികളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഈ ഇൻഡെക്സിൽ ഗ്രീൻ ബാൻഡിൽപ്പെടുന്ന 326 കമ്പനികളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓറഞ്ച് റെഡ് ബാൻഡിലുള്ള കമ്പനികളെ പൂർണ്ണമായും ഒഴിവാക്കി. ഈ സൂചികയിലെ ഏറ്റവും രസകരമായ ഭാഗം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നതുമായ കമ്പനികളുടെ പട്ടികയാണ്. ഇൻഡെക്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രമുഖ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. IT സർവീസിൽ ഇൻഫോസിസും TCSും, ടെലികോം ആൻഡ് ഓട്ടോമൊബൈൽസിൽ ഭാരതി എയർടെൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി, കൂടാതെ ക്യാപിറ്റൽ ഗുഡ്സ്, പവർ, പ്രൊഡക്ഷൻ മേഖലകൾ എന്നിവയാണ്. അതേസമയം ഇൻഡെക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വലിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യത്തേത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്. മൃഗങ്ങളിൽ മരുന്ന് പരീക്ഷണം നടത്തുന്നതിനാൽ ഭൂരിഭാഗം ഫാർമ കമ്പനികളും പുറത്താണ്. രണ്ടാമത്തേത് ഡയറി, പൗൾട്രി, മീറ്റ്, ലെതർ കമ്പനികളാണ്. പാൽ, ഇറച്ചി, കോഴി വളർത്തൽ, തോൽ വ്യവസായം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഫാഷൻ ആൻഡ് കോസ്മെറ്റിക്സ് ബ്രാൻഡുകളാണ് മൂന്നാമത്തേത്. തോൽ, ആട്ടുരോമം തുടങ്ങിയവ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നതിനാൽ തുണിത്തരങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വിൽക്കുന്ന പല വമ്പൻ ബ്രാൻഡുകളും പുറത്താണ്. അടുത്തത് ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളുമാണ്. ഇത്തരം ഹാനികരമായ ബിസിനസ്സുകൾക്ക് വായ്പ നൽകുന്നു എന്ന കാരണത്താൽ പ്രമുഖ കൊമേഴ്ഷ്യൽ ബാങ്കുകളെയും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് റിലയൻസ് ഗ്രൂപ്പാണ്. റിലയൻസ് പവർ ഒഴികെ മറ്റ് റിലയൻസ് കമ്പനികളെയും ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചനയാണ്. കാരണം ഇനി നിക്ഷേപകർ ചോദിക്കുന്നത് ഈ കമ്പനി എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, ഈ കമ്പനി സമൂഹത്തോട് എത്ര ഉത്തരവാദിത്വം കാണിക്കുന്നു എന്നുകൂടിയാണ്. ഇതിനെ ലോകം വിളിക്കുന്നത് എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ വാല്യൂസ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്നാണ്. അതായത് സ്വന്തം വിശ്വാസങ്ങൾക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും അനുസരിച്ച് നിക്ഷേപം നടത്തുക. ഇത് അമേരിക്കയിലും യൂറോപ്പിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി വേഗത്തിൽ വളരുന്ന നിക്ഷേപ രീതിയാണ്. പലർക്കും ഒരു സംശയമുണ്ട്, ഇത് ESG നിക്ഷേപം പോലെയല്ലേ? അല്ല, ESG എന്നത് 3 കാര്യങ്ങളാണ് നോക്കുന്നത്. എൻവയോൺമെൻറ്റ് അഥവാ പരിസ്ഥിതി, സോഷ്യൽ അഥവാ സാമൂഹിക ഉത്തരവാദിത്വം, ഗവേണൻസ് അല്ലെങ്കിൽ കമ്പനി ഭരണം. എന്നാൽ അഹിംസ ഇൻഡെക്സ് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇതിൽ പ്രധാനമായും മൃഗക്ഷേമവും അഹിംസ തത്വവുമാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇത് ESGയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്.
സാധാരണ നിക്ഷേപകർക്ക് ഈ ഇൻഡെക്സ് നേരിട്ട് വാങ്ങാൻ കഴിയില്ല. പക്ഷേ ഭാവിയിൽ ETF-കൾ, അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ഇൻഡെക്സ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി വാങ്ങാമെന്ന സാധ്യത വന്നേക്കാം. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപിക്കാൻ കൂടുതൽ എളുപ്പമാകും. ഇത് യുവ നിക്ഷേപകരെ കൂടുതലായി ആകർഷിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇതിൽ ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതായത് എല്ലാവരും ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നില്ല. വിമർശകർ ചോദിക്കുന്നത് അഹിംസയെ എങ്ങനെയാണ് അളക്കുന്നത്? ഒരു കമ്പനിയുടെ മുഴുവൻ വിതരണ ശൃംഖലയും പരിശോധിക്കാനാകുമോ? ഇന്ന് ഗ്രീൻ വിഭാഗത്തിലുള്ള കമ്പനി നാളെ നയങ്ങൾ മാറ്റിയാൽ? ഇത്തരം ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടി വരും. അതിനാലാണ് ഇൻഡെക്സ് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കുന്നത്. അഹിംസ എന്ന ആശയം തന്നെ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ബുദ്ധമതം, ജൈനമതം, ഗാന്ധിയൻ ചിന്ത എല്ലാം അഹിംസയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ആ തത്വം ഇപ്പോൾ സാമ്പത്തിക മേഖലയിലേക്കും കടന്നു വരികയാണ്. ഇത് വെറും സാമ്പത്തിക തീരുമാനമല്ല, ഒരു സാംസ്കാരിക സന്ദേശം കൂടിയാണ്. ലാഭവും മൂല്യങ്ങളും ഒരുമിച്ച് പോകാമെന്ന സന്ദേശം. ഓഹരി വിപണി എന്നത് പണം മാത്രം സംസാരിക്കുന്ന ലോകമാണെന്നാണ് പലരും ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ നിഫ്റ്റി 500 അഹിംസ ഇൻഡെക്സ് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ പണം എവിടെയാണ് നിക്ഷേപിക്കപ്പെടുന്നത് എന്നത് ഒരു ധാർമ്മിക തീരുമാനമാണ്. ഭാവിയിൽ നിക്ഷേപകർ ലാഭം മാത്രമല്ല, പരിസ്ഥിതി, മനുഷ്യാവകാശം, മൃഗക്ഷേമം, സാമൂഹിക ഉത്തരവാദിത്വം ഇവയെല്ലാം പരിഗണിച്ച് കമ്പനികളെ തിരഞ്ഞെടുക്കുന്ന കാലം വരുമോ? ലാഭത്തോടൊപ്പം തങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾക്കും മുൻഗണന നൽകുന്ന നിക്ഷേപകരുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചു വരികയാണ്. ബിസിനസ് ലോകത്ത് ജീവകാരുണ്യവും ദയയും അളവുകോലാകുന്ന ഈ പുതിയ മാതൃക ഇന്ത്യൻ ഓഹരി വിപണിക്ക് പുതിയൊരു ദിശാബോധം നൽകുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യയുടെ പുതിയ അഹിംസ ഇൻഡെക്സ് ലോക ഓഹരി വിപണിക്ക് ഒരു പുതിയ മാതൃകയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.